ഇറങ്ങിക്കോട്ടെ. സ്റ്റെപ്പ് ഉണ്ട്. ഉണ്ടാവും എന്നാലും ഞാൻ കിട്ടിയില്ല. ഇറങ്ങട്ടെ. ഈ വഴി വന്നേ. ഞാൻ പറഞ്ഞില്ലേ പാടത്ത് പുതിയ പ്രൊജക്ട് ഏതൊക്കെയാണ്? ഇത് തന്നെയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കമ്മിറ്റി ഇതുണ്ടോ? ഇല്ല. ഇതൊന്നും കഴിയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും കണ്ടിട്ട് തരാം. ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഭയം, ഭക്തി, ബഹുമാനം. രാമലീലയ്ക്ക് ശേഷം ദിലീപേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും. കാരണം ഇതൊരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. ഇതിനകത്ത് പറയുന്നത് അടിപൊളി തന്നെയായിരിക്കും. ഒരു തിരിച്ചുവരവാണ്. ഒരു സൂപ്പർ പടമായിരിക്കും. ഇത് മാസും ആക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ദിലീപേട്ടന്റെ ഒരു വമ്പൻ തിരിച്ചുവരവായിരിക്കും. ഇത് സൂപ്പർ ഹിറ്റ് പടമായിരിക്കും. കാരണം ലാലേട്ടനും ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ള സസ്പെൻസും ഉണ്ട് എന്ന് നമ്മൾ കരുതിക്കും. അടിപൊളി പടമായിരിക്കും. അടിപൊളി അടിപൊളി. പിന്നെന്താ സൂപ്പർ. രക്ഷയില്ല. തിരിച്ചു വരുവാ. രീതിയിലാണ് നമ്മൾ ശക്തമായ അടിപൊളി ടീച്ചർ. രക്ഷയില്ല. പാഠം പിന്നെ എന്താ പറയാ, ദിലീപേട്ടൻ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കുന്നു വരാൻ വേണ്ടി. വെയിറ്റ് ഫോർ ദിലീപേട്ടൻ. പൊളിയാണ്. ദിലീപേട്ടൻ ആർക്കും ടീച്ചർ കണ്ടിട്ട് കത്തിച്ച് ദിലീപിനെ ടീച്ചർ കണ്ടിട്ട് എന്താ പറഞ്ഞു? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? മൂന്നാണിക്കൊണ്ട് അത് 1.5 മണിക്കൂർ തീർത്തളഞ്ഞു. കഷ്ടമായി പോയി. അടിപൊളി. കുറച്ച് മേടിച്ചൂടാ. ാണ് കമ്പാക്ക് എടുത്തിട്ടുണ്ടെന്നതാണ്.
ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടല്ലോ ഈ ഒരു പവർ ജോഷ് പരിപാടിയില്ല ഗംഭീരം എങ്ങനെ ചാർജ് എന്തായിരുന്നു നിങ്ങൾ എൻജോയ് ചെയ്ത തിയേറ്റർ എക്സ്പീരിയൻസ്? നിങ്ങളല്ലേ പറയണ്ടേ, നമുക്ക് സന്തോഷമുള്ളത്. നിങ്ങൾ ഹാപ്പിയാണോ പറഞ്ഞത്? ഇത് കണ്ടിട്ട് ദിലീപേട്ടൻ എന്താ പറഞ്ഞു? ചോദിക്കട്ടെ എന്തായാലും ഗംഭീരായിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞ? ദിലീപേട്ടൻ എന്താ പറഞ്ഞു കണ്ടിട്ട്? ഈ റെസ്പോൺസ് അവിടെ അയച്ചു. ഇന്നിപ്പോ കിട്ടിയ റെസ്പോൺസ് ദിലീപേട്ടൻ അറിയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഹാപ്പിയാണ്. കണ്ടവരെല്ലാരും ഒരേ ചാർജ്. നിങ്ങളെല്ലാരും ഇഷ്ടമായ ഗംഭീരമായിട്ട് ദിലീപേട്ടൻ പവർ സോൺ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു വിലയിരുത്തുന്നു. വളരെ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ്. എല്ലാവരും നല്ല ആറ്റിറ്റ്യൂഡായിട്ട് നല്ല പവർഫുൾ ആത്മാർത്ഥതയോടെ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. വിജയ് ഫാൻ ആണെന്നൊക്കെ സൂചനകളുണ്ട്. അത് രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ചെറിയൊരു ഗ്ലിംസ് ആണ്. ബാക്കി പണം അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ടെൻഷൻ കൊടുക്കും. അതിന് പണം എല്ലാവർക്കും ഇഷ്ടമായ സന്തോഷം. വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നു. പറഞ്ഞാൽ ശരിയാവില്ല. സോ ദിലീപിൻ്റെ ഒരു മാസ് പ്ലസ് ദിലീപിൻ്റെ ആ ഒരു കോമഡി കോമ്പസും എല്ലാം കൂടി വന്നൊരു കിടൻ സംഭവമാണ്. പാക്കേജ് അടിപൊളി ലുക്കിലും മാസിലും ആക്ഷനിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. അതിനകത്തുള്ള ഓരോ മെമ്പറും അതേമാതിരി എഫക്റ്റ് ചെയ്തിട്ട് ഈ പടത്തിനകത്ത് വരും എന്നുള്ള കാര്യത്തിൽ തീർച്ച. മോഹൻലാലിൻ്റെ സസ്പെൻസ് എല്ലാ പ്രേക്ഷകരെയും കൂടുതലായിട്ട് ഞെട്ടിക്കും. ശരിക്കും വെയിറ്റ് ചെയ്യുവാണ്. മാസമായിട്ടുമായിരിക്കും വരാൻ പോകുന്നത്. ദിലീപേട്ടൻ്റെ ലുക്കാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. പിന്നെ ആ പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കോമഡി ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് ദിലീപേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവാണ്. നമുക്ക് ഇത് മാസ് ഹിറ്റായിരിക്കും എന്തായാലും ഈ പടം. അത്രയും ഒരു നല്ല രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥ സൂപ്പറാണ്. ഇതിൻ്റെ ഓരോ രംഗങ്ങളും വളരെ വളരെ നമുക്ക് കോരിത്തെറിപ്പിക്കുന്ന ഓരോ രംഗങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ കണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു വലിയൊരു വാം വെൽക്കം നമ്മൾ ഈ പടത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും ദിലീപേട്ടനായിരിക്കും, അതിനകത്ത് ഒരു മാറ്റമില്ല. പിന്നെ എല്ലാവർക്കും ഒരു നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ദിലീപേട്ടനകത്ത് രാമായണിക്ക് ശേഷം നല്ലൊരു ശക്തമായ കഥാപാത്രമാണ് ഈ ഒരു. താങ്ക് യു സോ മച്ച്. ടീച്ചർ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പടം കലക്കുമല്ലോ. പടം കയറും. പടം എന്തായാലും ആൾക്കാരോട് പറയണ്ട ഈ പടം കാണുന്നു. ഓട്ടോമാറ്റിക് ഈ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക് കയറിക്കോളും. പപ്പ കാണാൻ പടം കലക്കും 100% ഒക്കെ.